ഹലോ ഫ്രണ്ട്സ്, ഷരൂസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ടേ തൊണ്ടവേദന ആയതുകൊണ്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കോഴികൾക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് ഞാൻ ഫുഡ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇതുവരെ. എന്താ പറയുക, മീൻ മുറിക്കുന്ന സമയത്ത് എപ്പം പകൽ സമയങ്ങളിലായതുകൊണ്ട് ഫ്രഷ് മീനെല്ലാം കിട്ടുമ്പം ഡയറക്റ്റ് അങ്ങനെ മുറിച്ച് തലയിൽ ഇട്ട് കൊടുക്കലാന്ന് പതിവ്. അപ്പോൾ ഇന്ന് അതൊന്ന് വേവിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് തലേന്നാളെ ഇന്നലെ മുറിച്ച മീനായതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിന്. അപ്പോൾ ഫ്രിഡ്ജിൽ വേറെ കുറച്ച് മീനും കൂടി ഉണ്ടായി. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഒന്നും കൂടെ രാവിലെ നല്ല വൃത്തിയിൽ തിളപ്പിച്ച് നല്ല തീറ്റയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ തിളപ്പിക്കാൻ വേണ്ടി വെച്ചതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്, ഇന്നലെ രാത്രി വെച്ചത്. ഇപ്പോൾ അതേ സാധനത്തിനകത്തേക്ക് തന്നെ കുറച്ച് മീൻ ഉണ്ടായത് അതും കൂടി എടുത്തിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മീനിൻ്റെ ഇറച്ചി മുള്ളെല്ലാം വേറെ വേറെ ആയി വരുന്ന വിധത്തിൽ നല്ലോണം തിളപ്പിക്കണം. അപ്പോൾ പുറത്തേ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. ഇത് ഈ പാത്രം മീനിൻ്റെ കോഴികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണിത്. ഇതുപോലെ മീനിൻ്റെ വേസ്റ്റെല്ലാം കിട്ടുമ്പോൾ തിളപ്പിച്ച് ഇതുപോലെ കൊടുക്കുന്നതും അതുപോലെ ഗോതമ്പ് അങ്ങനെയുള്ള സാധനം പുഴുങ്ങിയെടുക്കാനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ ഇട്ട മീനെല്ലാം ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് കുത്തി ഉടച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇറച്ചിയെല്ലാം ഒന്ന് വേറെയായ വെള്ളത്തിൽ കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് അധിക സമയം തന്നെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ മുള്ളും എല്ലാം കൂടെ നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുത്തത്. കുറച്ചധികം വെള്ളം ഈ ഒരു റൗണ്ട് വെച്ചിട്ട് വെള്ളം വറ്റി വീണ്ടും വെള്ളമൊഴിച്ച് ഒന്നും കൂടെ നല്ലോണം തിളപ്പിച്ചെടുത്തു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. ലാസ്റ്റ് ഇത് ഇറക്കുന്ന സമയത്തെല്ലാം വേറെ വേറെ ആയിട്ടുണ്ടായിന്. ഉച്ചക്ക് കോഴികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് രാവിലെ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. എന്ന് വെച്ചാൽ തണിഞ്ഞിട്ടെല്ലാം കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒഴിച്ച് വെച്ച വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വറ്റി കുറച്ചും കൂടെ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വേവിച്ചിട്ട് അങ്ങനെയെല്ലാം കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. ഇതിപ്പോൾ ആദ്യത്തെ റൗണ്ട് വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വേവിക്കാൻ വെക്കുന്നുണ്ട്. നല്ലോണം ഒന്നും കൂടെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമതിട്ട മീനിൻ്റെ മുട്ടയാണിത്. നമ്മളിവിടെ പയത്തി എന്നല്ല പറയില്ല മീനിനെ. അപ്പം അതിൻ്റെ മുട്ടയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് രണ്ടാമത് ഒഴിച്ച വെള്ളം ഏകദേശം വറ്റിയത് ഇതുപോലെ വന്നിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഇറച്ചിയെല്ലാം വേറെ വേറെയായി വന്ന് മുള്ളു വേറെ പോയി. അപ്പോൾ മത്തിയുടെ തലയുണ്ടായിനി, അത് ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ചെകിളിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ നല്ലോണം ഒന്ന് വെന്തോട്ട് എന്ന് വെച്ചിട്ടാണ് ഇത്രയും നേരം വേവിച്ചെടുത്തത് തന്നെ. വേറെ പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കോരി മാറ്റി വെക്കുന്നുണ്ട്. പെട്ടെന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് മാറ്റുന്നത്. പിന്നെ വേഗം തണിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ വേറെയും കുറച്ച് പണികൾ ബാക്കിയുണ്ടല്ലോ, അതും കൂടെ വേഗം ചെയ്ത് തീർക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. വീടിൻ്റെ അടുത്ത് തന്നെ തെയ്യുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ചെണ്ടമുട്ടെന്ന് വെച്ചിങ്ങനെ കേൾക്കുന്നത്. തണിയാൻ വെച്ചതെല്ലാം നല്ല വൃത്തിയിൽ തണിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. അത് ഞാൻ തിരിച്ച് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ തട്ടിയിട്ടുണ്ട്. നല്ലോണം ഒന്നും കുഴച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തിൽ ആ മുള്ളിൻ്റെ അകത്തെല്ലാം പറ്റിയിട്ടില്ല കുറേ ഇറച്ചിയെല്ലാം വീണ്ടും ആ വെള്ളത്തിലേക്ക് തന്നെ തട്ടിയാക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലത്തേക്ക് തന്നെ തിരിച്ച് തട്ടിയത്. അപ്പോൾ എന്താ പറയുക, മുള്ളെല്ലാം നമുക്ക് വേറെ കിട്ടണം, അതിനും വേണ്ടിയിട്ടാണ്. മുള്ളും ചെകിളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കോഴിക്ക് ഡയറക്റ്റ് കൊടുക്കേണ്ട ഇഷ്ടമാണ്. തെച്ചൊന്നും തിന്നില്ല, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ കൊത്തി പുറത്തേക്ക് കളയും. അപ്പോൾ ഈ സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ട് വേറൊരു തീറ്റ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. അത് എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഏതായാലും ഇത് പിഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിൻ്റെ ഇറച്ചികളിലുള്ളത് ഞാൻ അതിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ആക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ളും കാര്യങ്ങളെല്ലാം കൈക്ക് തറക്കും ഇതുപോലെ ചെയ്യുമ്പം. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ടെല്ലാം ചെയ്യണം കേട്ടോ. ഞാനിതിൽ ചെയ്യുന്ന കാണുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നുവാണെങ്കിലും എൻ്റെ കൈക്കെല്ലാം അറഞ്ചം പുറഞ്ചം തറക്കുന്നുണ്ട്. അപ്പോൾ അധികം ആവേശമാക്കാണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്യുന്നതിന്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഏകദേശം തീർന്നിട്ടാ. നല്ല സ്മെല്ല് തന്നെ ഉണ്ടാവും കൈക്ക്, അതെല്ലാം സഹിക്കാൻ കഴിയുന്നതോട് മാത്രം ഈ പണിക്ക് ഇറങ്ങിയാൽ മതിയേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ അതിൻ്റെ ആ ചണ്ടി ബാക്കി വന്നിട്ടുള്ളത്, മുള്ളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ വേവിച്ചെടുത്ത വെള്ളം. അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഞാൻ ഇന്നത്തെ തീറ്റ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കാം അല്ലേ.
അപ്പോൾ ഇത് ഈ വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഗോതമ്പ് നുറുക്കിയതാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഒരു കപ്പളവിൽ കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് ചെറിയ ഇതുപോലത്തെ ജാറിലിട്ടിട്ട് ഒന്ന് നുറുക്കിയെടുക്കുന്നതാണ്. അത് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് ശേഷം എടുക്കുന്നത് ഒരു കൈപ്പിടിയുടെ അളവിൽ ഞാൻ എപ്പം ചേർക്കുന്ന കാൽസ്യത്തിൻ്റെ പൊടി, അതായത് മുട്ടത്തോട് പൊടിച്ച് വെച്ചത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാ തീറ്റയിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന തീറ്റയിലെല്ലാം മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുത്തത് പിന്നെ നെല്ല് കുത്തിയിട്ടെടുത്ത തവിടാണ്. വീട്ടിൽ തന്നെ നെല്ല് കാര്യങ്ങളിലുള്ളത് കൊണ്ട് കുത്തിയിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ നെല്ല് കുത്തുന്ന സമയത്ത് കിട്ടുന്ന തവിട് വീട്ടിലേക്ക് എടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച മീനിൻ്റെ വെള്ളം അധികമാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വീണ്ടും തവിടിട്ട് കൊടുക്കുക. ഞാനിട്ട പോലെ നെല്ലിൻ്റെ തവിട് തന്നെ ഇടണം നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ എന്ത് തവിടായില്ലെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അധികം അവിലിൻ്റെ തവിടല്ല ചേർത്ത് കൊടുക്കൽ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നെല്ലിൻ്റെ ആക്കാമെന്ന് വിചാരിച്ചത്. നെല്ലിൻ്റെ തവിട് ഇട്ടതിൻ്റെ കൂടെ ഇത് പിന്നെ കുറച്ച് ഗോതമ്പിൻ്റെ തവിടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ എന്താ പറയുക, അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല. എന്നാലും കുറച്ച് വെള്ളത്തിൻ്റെ പറ്റി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പിൻ്റെ തവിട് തന്നെയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഇതാ ഈ ഒരു പരുവത്തിലാകുന്നവരെ എത്തിച്ചിട്ടുണ്ടേ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. നേരത്തെ ഇതിനെക്കാളും വെള്ളം ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ആ മീനിൻ്റെ മുട്ടയെല്ലാം കാണിച്ചില്ല, അതെല്ലാം ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇത് തീറ്റ ഞാൻ എൻ്റെ കോഴിയുടെ കൂട്ടിനുള്ളിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ എടുക്കലും കൊടുക്കലൊന്നും നടക്കുന്നില്ല. മീനിൻ്റെ കാര്യമല്ല, മീനിലേക്കൊന്നും ഫോൺ വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ കൊണ്ടുവച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതാ കോഴികളെല്ലാം നല്ല അടിപൊളിക്ക് കഴിക്കുന്നുണ്ട്. മീൻ ഇങ്ങനെ വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, പൊതുവേ മീൻ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക്, മുട്ടയിടാത്ത കോഴികൾക്കെല്ലാം നല്ലതാണ്. മുട്ട കുറയുന്ന സമയത്തെല്ലാം കാൽസ്യം വെക്കാൻ നല്ലതാണ്. എന്നാലും ഞാൻ ഇതിനകത്ത് മുട്ടയുടെ തോടും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തീറ്റ കാൽസ്യത്തിൻ്റെ ഒരു കലവറയായ ഒരു തീറ്റയാണ് ഇന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. മീനും ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, മുട്ടത്തോട് പൊടിച്ചതും കൂടി ആയല്ലോ. പുറത്തേ കൂട്ടിലുള്ള കുറച്ച് കോഴികളും കൂടി ഉണ്ട്, അവർക്ക് തീറ്റ വെച്ച് കൊടുക്കുന്നുണ്ടേ. ഞാൻ എൻ്റെ കോഴികളെല്ലാം ക്രോസ് കോഴികളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല നാടൻ കോഴികളെ വാങ്ങിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അവർ ഇതിൻ്റെ ഒന്നിച്ച് ആക്കലില്ല, പുറത്തേ തന്നെ കൂട്ടലാണ്. അപ്പോൾ അവർക്കും കൂടി ഈ തീറ്റ ഇതാ പുറത്തേക്കൂടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇവർ നമ്മളായിട്ട് ഇണങ്ങി വരുന്നതേ ഇല്ലൂ കേട്ടോ. അതുകൊണ്ട് അടുത്ത് പോകുമ്പോൾ അവർ ദൂരേക്ക് ഓടിപ്പോവുകയാണ്. അവരധികം ബുദ്ധിമുട്ടിക്കാണ്ട് കൂട് കൂട്ടി ഞാൻ പുറത്തേക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഒരു തീറ്റയും ഈ വീഡിയോ എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇന്നുണ്ടാക്കിയ തീറ്റ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.